ഏയ് പെണ്ണുങ്ങളെ, നിങ്ങളുടെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ? മുമ്പേ ഏയ് ചിന്നാണി, ചിരിതേ, ആരോട് ഇവർക്കൊന്ന് ചെവി കേട്ടൂടെ? ഏയ് മുമ്പേ, ഇനി വരുമ്പോ വരട്ടെ. ഇപ്പൊ ഇറങ്ങിയില്ലെങ്കിൽ നടയടക്കുന്ന നേരത്താവും ക്ഷേത്രത്തിലെത്തുക. ഏയ് പെണ്ണുങ്ങളെ, ഒന്ന് വേഗം ഒരുങ്ങി പുറപ്പെടാൻ നോക്ക്. ഏട്ടത്തി നടന്നോളൂ, ഞങ്ങൾ പിറകെ തന്നെ വരാം. ഇതാ ഇപ്പൊ നന്നായേ. ഒരു വഴിക്ക് പോകുമ്പോ ഒന്നിച്ചിറങ്ങുന്നല്ലേ ഐശ്വര്യം. ഏട്ടത്തി, ഞാനിറങ്ങിയേ. എന്റെ ചിന്നാണി, നിന്റെ ഒരുക്ക ഇന്നെങ്ങാനും കഴിയോ? എന്റെ അമ്മോ, ഇങ്ങനെയുണ്ടോ ഒരു അണിഞ്ഞൊരുങ്ങല്? ഏട്ടത്തി, വീട്ടിലായാലും വിരുന്നിലായാലും കടാക്കൊണ്ട പെണ്ണുങ്ങൾക്ക് ഒരു ആനച്ചത്തം വേണമെന്നാ. ശരിയാ ഏട്ടത്തി പറഞ്ഞേ. തറവാട്ടിലായ തറവാട്ട് രീതി എന്നൊരു ചൊല്ലുണ്ട്. ഏട്ടത്തി, നമുക്ക് പുറപ്പെടാം. ഓ, ഇപ്പോഴെങ്കിലും പ്രത്യക്ഷപ്പെട്ടല്ലോ. അണിഞ്ഞൊരുങ്ങിയപ്പോ ചിരിതയ്ക്ക് ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെ. കളിയാക്കാതെ ഏട്ടത്തി. കളിയല്ല ചിരിതേ, ഞാൻ കാര്യായിട്ട് പറഞ്ഞതാ. പെണ്ണുങ്ങളെ, വർത്തമാനം മതിയാക്കി നടക്കാൻ നോക്ക്. വെയിലിന് ചൂട് കൂടും മുമ്പേ തിരിച്ചെത്തണം. അല്ല, എവിടെ ബാക്കിയുള്ളവര്? മൂത്ത ഏടത്തിക്കും പാട്ടിക്കും സുഖമില്ല. ബാക്കിയുള്ളവരെ തീണ്ടാരിപ്പുരയില്ല. അസുഖം അത് പച്ചക്കള്ള. അവര് വരാത്തതേ മാക്കത്തിന് ഭയന്നിട്ടാ. അല്ല, അപ്പൊ നമ്മ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം മാക്കത്തിനോട് പറഞ്ഞില്ലേ ആരും? പറയാൻ എനിക്ക് മനസ്സില്ല. അല്ലെങ്കിലും നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്നതിന് മാക്കത്തിന്റെ അനുവാദം വാങ്ങണോ? ഈ ചിന്നാടിയാ മാക്കത്തിനെ തറവാട്ടമ്മയാക്കുന്നത്. നമ്മൾ അനുവാദം ചോദിക്കേണ്ടത് കുഞ്ഞാതെ ഇടത്തിയോടല്ലേ? അവരല്ലേ കുടുംബത്തിലെ മൂത്തയാൾ. ചിരിത പറഞ്ഞതാ അതിന്റെ നേര്. എന്നാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നിർത്തുന്നത് ആരാ? മാക്കല്ലേ. കടാങ്കോട്ട നെല്ലറയുടെയും പൊന്നറയുടെയും താക്കോല് അരയെ കെട്ടിയാക്കി നടക്ക.